അദ്ദേഹം കേന്ദ്രമന്ത്രിയുടെ നിലവാരത്തിലെത്തായിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ഒരു സിനിമ പഴയ കമ്മീഷൻ സിനിമയുടെ പിന്തുടർച്ചയായിട്ട് വന്നിട്ടുള്ള സിനിമ സ്റ്റൈലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇവിടെ പിന്നെ മറ്റാരെങ്കിലും ശിവൻകുട്ടിയോ വേറെ ആരെങ്കിലും ഒരാൾ മാധ്യമപ്രവർത്തകരോട് എന്തെങ്കിലും ഒരു മോശമായിട്ട് വർത്താനം സ്നേഹത്തോടുകൂടി അല്ലാതെ പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും പ്രശ്നം? ഇത് ഞാൻ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുക, പിടിച്ച് തള്ളിയിട്ട് മാധ്യമങ്ങൾ പഠിപ്പിക്കുകയാണ്. നീ ആരെന്തൊക്കെ ചോദിച്ച് മാധ്യമങ്ങളെ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം ആദ്യമായി അധികാരസ്ഥാനത്ത് വന്നതിൻ്റെ പുറത്തുള്ള ഒരു ഹുങ്കും അഹങ്കാരവും സമനില തെറ്റിയുള്ള പ്രവർത്തനമാണ് അയാൾ അദ്ദേഹത്തോട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സിനിമയിലല്ലാതെ നാട്ടുകാരെയും ജനങ്ങളെയും സേവിച്ചുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനായി മാറിയിട്ടില്ലല്ലോ. അദ്ദേഹം സിനിമയിൽ നിന്നൊക്കെ അഭിനയിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് ഏതെങ്കിലും ജില്ലയിൽ ചെന്ന് ഏതെങ്കിലും ആൾക്കാർക്ക് ധനസഹായമൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതിനപ്പുറമായിട്ട് ഒരു ജനകീയ നേതാവെന്നുള്ള നിലയിൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഉള്ള ഒരു ശബ്ദം ഇതുവരെ അദ്ദേഹം ഉയർത്തിയിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാത്തിനും പുച്ഛമാണ്. പത്രക്കാരെ പുച്ഛമാണ്, രാഷ്ട്രീയ നേതാക്കന്മാരെ പുച്ഛമാണ്, പിന്നെ എല്ലാവരോടും പുച്ഛമാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്നുള്ള ഒരു അദ്ദേഹത്തിന് അറിയില്ല. അതാണ് ഈ പ്രശ്നം മുഴുവൻ.